ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച കനേഡിയൻ പാർലമെന്റ് ഹൗസ് ഓഫ് കോമൺസിൽ ചൊവ്വാഴ്ച മൗനാചരണം നടത്തി. ഇതിനു പിന്നാലെ ഇന്ത്യ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനത്തിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ സ്ഫോടനത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുമെന്ന് ഇന്ത്യ അറിയിച്ചു. 1985 എയർ ഇന്ത്യ കനിഷ്ക വിമാനത്തിൽ ഖലിസ്ഥാൻ ഭീകരർ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട 329 പേരെ ആദരിക്കുന്നതിനായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30 സ്റ്റാൻലി പാർക്കിലെ സെപ്പർലി പ്ലേഗ്രൗണ്ട് ഏരിയയിലാണ് അനുസ്മരണ സമ്മേളനം നടക്കുക. ഭീകരവാദത്തെ നേരിടുന്നതിൽ ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുകയും എല്ലാ രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. എയർ ഇന്ത്യ വിമാനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ 39ാം വാർഷികമാണ് ജൂൺ 23. ആക്രമണത്തിൽ 86 കുട്ടികൾ ഉൾപ്പെടെ 329 നിരപരാധികൾക്കാണ് ജീവൻ നഷ്ടമായത്. സിവിൽ ഏവിയേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ ഭീകരാക്രമണമാണ് ഇത്. എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കോൺസുലേറ്റ് കുറിച്ചു. കഴിഞ്ഞ വർഷം ജൂൺ 18 കാനഡയിൽ വെച്ച നിജാർ വെടിയേറ്റ് മരിച്ചത്. കാനഡ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലെ ഗുരുദ്വാരയ്ക്ക് പുറത്ത് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനായ നിജാറിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കിയ 40 തീവ്രവാദികളുടെ പട്ടികയിൽ ഇയാളുടെ പേരുമുണ്ടായിരുന്നു. ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന് പങ്കുണ്ടെന്ന് കാനഡ ആരോപിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ചെയ്തിരുന്നു. നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കരൺ ബ്രാർ, അമൻദീപ് സിംഗ്, കമൽപ്രീത് സിംഗ്, കരൺപ്രീത് സിംഗ് എന്നീ 4 ഇന്ത്യൻ പൗരന്മാരെ കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മാസം ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പുതിയ സർക്കാരുമായി സാമ്പത്തിക ബന്ധങ്ങളും ദേശീയ സുരക്ഷയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരവസരമായിട്ടാണ് താൻ ഇതിനെ കാണുന്നതെന്ന് ട്രൂഡോ പ്രതികരിച്ചു. ആരായിരുന്നു ഹർദീപ് സിംഗ് നിജാർ? വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് 1997 നിജാർ കാനഡയിൽ എത്തുന്നത്. അഭയാർത്ഥി എന്ന അപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് കുടിയേറ്റത്തിനായി സ്പോൺസർ ചെയ്ത ഒരു കനേഡിയൻ വനിതയെ ഇയാൾ വിവാഹം ചെയ്തെങ്കിലും അതും നിരസിക്കപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം നിജാറിനെ കനേഡിയൻ പൗരൻ എന്നാണ് പാർലമെന്റിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വിശേഷിപ്പിച്ചത്. കാനഡയിലേക്ക് കുടിയേറിയതിന് പിന്നാലെ നിജാർ നിരോധിത തീവ്രവാദ സംഘടനയായ KTF-ലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് സുരക്ഷാ ഏജൻസികൾ പറയുന്നു. KTF-ന് പുറമെ വിഘടനവാദ സംഘടനയായ 6 ഓഫ് ജസ്റ്റിസിലും നിജാർ പ്രവർത്തിച്ചിരുന്നു. വർഷങ്ങളായി നിജാറിന്റെ ഭീകരപ്രവർത്തനങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. 2018 മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കനേഡിയൻ പ്രധാനമന്ത്രിക്ക് കൈമാറിയ പിടികിട്ട പുള്ളികളുടെ പട്ടികയിൽ നിജാറിന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ കേസുകളിൽ നിജാറിനെ വിട്ടുകിട്ടാനും 2022 പഞ്ചാബ് പോലീസ് ശ്രമിച്ചിരുന്നു. 2017 ലുധിയാനയിൽ 6 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഫോടനം ഉൾപ്പെടെയുള്ള വിവിധ കേസുകളിൽ പ്രതിയാണ് ഇയാൾ.